എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ് ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടഡ് കാറ്റഗറി 3 എക്സാം ഓറിയൻറ്റേഷനാണ്. ഇതുവരെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി കാണേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? യെസ്, ടുഡേയ്സ് ഇൻഗ്രീഡിയൻസ് അഥവാ ഇന്നത്തെ ചേരുവകൾ. തിയറീസ് ഓഫ് ലേണിംഗ് MCQ, അഡോളസെൻ്റ് സൈക്കോളജിയുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള തിയറീസ് ഓഫ് ലേണിങ്ങും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഡിസ്പ്രാക്സിയ ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഓപ്ഷൻസ് ആർ റീഡിംഗ്, അരിത്തമെറ്റിക്, ഫിസിക്കൽ കോർഡിനേഷൻ ആൻഡ് റൈറ്റിംഗ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ വി ഹാവ് ടു ഫോക്കസ് ദ വേർഡ് ഡിസ്പ്രാക്സിയ. ഡിസ്പ്രാക്സിയ ഈസ് അസോസിയേറ്റഡ് വിത്ത്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഡിസബിലിറ്റി ഇൻ റീഡിംഗ് നമ്മൾ എന്ത് പറയും? നമ്മളതിന് ഡിസ്ലെക്സിയ പറയും. ഡിസബിലിറ്റി ഇൻ അരിത്തമെറ്റിക് എന്ത് പറയാറുണ്ട്? ഡിസ്കാൽക്കുലിയ. ആൻഡ് ഡിസബിലിറ്റി ഇൻ റൈറ്റിംഗ് ദാറ്റ് ഈസ് ഡിസ്ഗ്രാഫിയ. ഇപ്പോൾ ഫിസിക്കൽ കോർഡിനേഷൻ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഡിസ്പ്രാക്സിയ. ഡിസ്പ്രാക്സിയ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫിസിക്കൽ കോർഡിനേഷൻ. ഫിസിക്കൽ കോർഡിനേഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് which of the following is the most appropriate method to monitor the progress of children with learning disabilities? Options are case study, anecdotal records, behavior rating scale, structured behavioral observation. Case study പറഞ്ഞാൽ എന്താണ്? Case study is a learning technique in which the student is faced a particular problem. And what about anecdotal record? Anecdotal record is a detailed descriptive narrative. Then what about behavioral rating scale? നമുക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. യൂസ്ഡ് ടു ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ബിഹേവിയർ. ആൻഡ് ഫൈനലി സ്ട്രക്ചേർഡ് ബിഹേവിയറൽ ഒബ്സർവേഷൻ. ആൻഡ് ദ ആൻസർ ഈസ് സ്ട്രക്ചേർഡ് ബിഹേവിയറൽ ഒബ്സർവേഷൻ. അപ്പോൾ ചോദ്യം പറയുകയാണെങ്കിൽ മോസ്റ്റ് അപ്രോപ്രിയറ്റ് മെത്തേഡ് ടു മോണിറ്റർ ദ പ്രോഗ്രസ് ഓഫ് ചിൽഡ്രൻ വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസ് ദാറ്റ് ഈസ് സ്ട്രക്ചേർഡ് ബിഹേവിയറൽ ഒബ്സർവേഷൻ. എന്താണ് സ്ട്രക്ചേർഡ് ബിഹേവിയർ ഒബ്സർവേഷൻ? It is a systematic method of collecting behavioral data within a controlled environment. And the third one is following are the examples of development disorder except. Options are autism, cerebral palsy, post-traumatic stress and attention deficit hyperactivity disorder ADHD. ഓർക്കേണ്ട കാര്യമാണ്, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. And the correct answer is post-traumatic stress. Okay. And the next one, learning disabilities may occur due to all the following except. Options are cultural factors, cerebral dysfunction, emotional disturbance and behavioral disturbance. And the answer is cultural factors. ബാക്കി 3 കാര്യങ്ങളും, ഇപ്പോൾ സെറിബ്രൽ ഡിസ്ഫങ്ഷൻ ആണെങ്കിലും ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആണെങ്കിലും ബിഹേവിയർ ഡിസ്റ്റർബൻസ് ആണെങ്കിലും ഒക്കെ ലേണിംഗ് ഡിസബിലിറ്റീസിന് കാരണമാകുമോ? യെസ്, കാരണമാകും. പക്ഷേ കൾച്ചറൽ ഫാക്ടേഴ്സ് മാത്രം കാരണമാകില്ല. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി? ഓപ്ഷൻസ് ആർ ഡിസ്ലെക്സിയ, ADHD, മെൻ്റൽ റിട്ടാർഡേഷൻ ആൻഡ് ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡേഴ്സ്. ആൻസർ ഈസ് മെൻ്റൽ ഡിസോർഡർ. ബാക്കിയുള്ള 3 ഓപ്ഷൻസും ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സാണ്, അത് ഓർത്ത് വയ്ക്കാം. ആൻഡ് ദ സിക്സ്ത് വൺ ഈസ് chromosome dash is another name of Down syndrome. Options are 23, 21, 26 and 15. നമുക്കറിയാവുന്ന കാര്യമാണ്. ഹ്യൂമൻ ബീങ്സിൽ എത്ര പെയേഴ്സ് ക്രോമസോം ഉണ്ട്? 23 പെയേഴ്സ്, ടോട്ടൽ 46. ചോദ്യം പറയുന്നത് ക്രോമസോം ഡാഷ് ഇസ് അനദർ നെയിം ഓഫ് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോമിൻ്റെ വേറൊരു പേര് എന്താണ്? ദാറ്റ് ഈസ് ക്രോമസോം 21. ഓക്കെ, ആൻഡ് ദ 7th question is what does IDEA stand for? Options are Individual with Dyslexia Education Accommodations, Individualized Education Act, Individuals with Disabilities Education Act, none of the above. And the answer is Individuals with Disabilities Education Act. 1974 ആണ് വന്നിരിക്കുന്നത്. Previously known for Education for All Handicapped Children Act from 1975 to 1990. അമേരിക്കയിലാണ്. ഇപ്പോൾ IDEA stand for Individuals with Disabilities Education Act. And the 8th one is
A group of conditions due to an impairment in physical, learning, language or behavior areas. Options are developmental milestone, developmental tiresome, developmental disability and developmentally advanced. And the correct answer is developmental disability. അപ്പോൾ ഓർത്ത് വയ്ക്കേണ്ടത് ചോദ്യം തന്നെയാണ്. A group of conditions due to an impairment in physical, learning, language or behavior areas. That is, the correct option is developmental disability. And the ninth one is disability etiquette means options are educating normal people regarding disabilities, treating disabled people care and respect, both 1 and 2, neither 1 and 2. നമുക്ക് ഓപ്ഷൻ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഏതാണ് കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് both 1 and 2. Educating normal people regarding disabilities, treating disabled people care and respect. So we have to care and share those needed people. And the last one, that is 10th question. Learning disabilities may occur due to all the following except teacher's way of teaching, prenatal use of alcohol, mental retardation and finally meningitis during infancy. നമുക്കറിയാവുന്നൊരു ചോദ്യമാണ്. The answer, the correct option is teacher's way of teaching. ചോദ്യം എന്താണ്? Learning disabilities may occur due to all of the following except teacher's way of teaching. ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 10 MCQ ആണ്. 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അഡോളസൻറ്റ് സൈക്കോളജി സെക്കൻഡ് പാർട്ടായിട്ടുള്ള തിയറീസ് ഓഫ് ലേണിംഗ് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് റിവൈസ് ചെയ്യുക. 1-2 തവണ വീഡിയോസ് കാണുക. കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർമ്മ വരും. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.